നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. കരുതലിന്റെയും അതിജീവനത്തിന്റെയും സന്ദേശം പകർന്ന ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. മാനവരക്ഷയ്ക്ക് പരസ്പര സ്നേഹത്തിന്റെ സന്ദേശം പകർന്നു നൽകിയ ഉണ്ണിയേശുവിന്റെ ജനനം ആഘോഷമാക്കുകയാണ് ലോകമെങ്ങുമുള്ള ജനത. ഈറത്തണ്ടുകൾ കീറി വർണ്ണക്കടലാസുകൾ ഒട്ടിച്ച് നക്ഷത്രവിളക്ക് ചാർത്തി കരോൾ സംഗീതത്തിന്റെ അകമ്പടിയിൽ ദൈവപുത്രന്റെ ജനന സന്ദേശവുമായി എത്തുന്ന സാന്താക്ലോസിനായുള്ള കുരുന്നുകളുടെ ഒരു വർഷം നീണ്ട കാത്തിരിപ്പിന് ഇന്ന് സമാപനം. ശത്രുവിനെ സ്നേഹിക്കാൻ സ്വജീവിതത്തിലൂടെ ലോകജനതയ്ക്ക് പാഠമായ യേശുദേവന്റെ ജീവിതം മാതൃകയാക്കാനാണ് ഓരോ തിരുപ്പിറവിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
പ്രത്യാശയുടെ സന്ദേശവുമായി യേശുക്രിസ്തു ഭൂമിയിൽ പിറന്നതിന്റെ ഓർമ്മയിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടന്നു. തിരൂർ സെന്റ് മേരി ചർച്ചിൽ ഫാദർ ജോസഫ് മണ്ണാഞ്ചേരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് ഓടിയെത്തുന്ന ചിത്രം അത് പുൽക്കൂടിൻ്റെ ചിത്രമാണ്. പറുദീസായിൽ നഷ്ടപ്പെട്ട ആ ദൈവ സാന്നിധ്യം ഒരിക്കൽ കൂടെ നമ്മുടെ ഇടയിൽ സന്നിഹിതമാവുന്നതാണ് പുൽക്കൂട്. പറുദീസായിൽ മനുഷ്യരും മൃഗങ്ങളും മരങ്ങളും ദൈവത്തോട് കൂടെ ആയിരുന്നതുപോലെ പുൽക്കൂട്ടിൽ നമ്മൾ കണ്ടെത്തുക ദൈവം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും അതേപോലെ തന്നെ സസ്യങ്ങളുടെയൊക്കെ ഇടയിൽ ഉള്ളതാണ്. അപ്പോൾ പുൽക്കൂട് എന്ന് പറയുന്നത് പറുദീസായുടെ ഒരു പുനരാവിഷ്കാരം തന്നെയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള മനുഷ്യൻ്റെ വലിയ ആഗ്രഹത്തിന് ദൈവം സാധിച്ചു കൊടുത്ത മാർഗം ദൈവം തന്നെ മനുഷ്യനായി പുൽക്കൂട്ടിൽ ജനിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുൽക്കൂട് ലാളിത്യത്തിൻ്റെയും എളിമയുടെയും ഒരു വേദിയാണ്. പരപ്പേരി CSI ക്രൈസ്റ്റ് ചർച്ചിൽ ഫാദർ CK ഷൈൻ അഭിസംബോധന ചെയ്തു. വീടുകളിലും പള്ളികളിലുമെല്ലാം പുൽക്കൂടുകളും ക്രിസ്തുമസ് ട്രീയും നക്ഷത്രങ്ങളും ഒരുക്കിയാണ് ക്രിസ്തുമസിനെ വിശ്വാസികൾ വരവേറ്റത്. വെട്ടം ന്യൂസ്, തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.